നമ്മൾ രാവിലേക്ക് എണീറ്റു. നമ്മൾ കോട കാണണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് രാവിലെ. 6 മണിക്ക് എണീറ്റപ്പോൾ ഭയങ്കര മഴയാണ്. സോ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇപ്പം നമ്മൾ എണീറ്റു എല്ലാവരും. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം ഇനി അതാണ് ഇപ്പോൾ എല്ലാ പരിപാടി. ഫസ്റ്റ് നമ്മളെ വ്യൂ അടിപൊളി നല്ല വ്യൂ ആണ്. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് സൈഡ് പോലെ ഒന്നുണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ. ഇപ്പോൾ മമ്മി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്, പപ്പയും കഴിച്ചതിന്. അപ്പം ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. ഓക്കെ. അപ്പോഴേക്കും ഞാൻ ചെന്നപ്പോൾ തന്നെ ഫിദിയും അമ്പും എല്ലാവരും എത്തിയിരുന്നു. ഞാനാണെങ്കിൽ ലേറ്റായി എണീറ്റ്. അങ്ങനെ നമ്മൾ വന്നപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങനെ നിൽക്കുകയാണ്. യാഷ് കഴിക്കുന്നുണ്ട്, എല്ലാവരും കഴിക്കുന്നുണ്ട്. ചായ കുടിക്കുകയാണ് എല്ലാവരും ഉണ്ട്. അല്ല ചോറ്. ബ്രേക്ക്ഫാസ്റ്റ് മെനു പറയുന്നത് അപ്പുണ്ട്, കടലക്കറി ഉണ്ട്, ആൻഡ് ഫൈനലി പുട്ടുണ്ട്. പുട്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്, പിന്നെ പൊറോട്ട ഉണ്ട്. ഇതൊക്കെ നമ്മളത് പറയുന്നത്. ഇതിലൊക്കെ ഫുഡ് കഴിക്കാൻ സുന്ദരിക്ക് ഞങ്ങൾ പപ്പ് ചിന്നിട്ടില്ലല്ലോ സുന്ദരി. ഭയങ്കര മഴയാണ്. നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ട് മഴ ആസ്വദിക്കാൻ ഇറങ്ങിയതാണ്. എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാന്ന് വെച്ചാൽ വാർദ്ധക്യം കൊണ്ടുപോകും. നമ്മള് കുട്ടികളുണ്ട്, നിഹാലുണ്ട്, പിന്നെ പപ്പ അവിടെ നിൽക്കുന്നുണ്ട്. പപ്പ എപ്പോഴും ഇറങ്ങാറില്ല. പിന്നെ മമ്മി ഇതാ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. സുഖായ്സ്. അപ്പോൾ നമ്മൾ പൂൾ പരിപാടിയും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഏകദേശം ഇത്രയൊക്കെയുള്ള നമ്മൾ പരിപാടി. ഇനി നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. 12 മണി നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മളൊരു സ്റ്റേക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് നൈസ് അല്ലേ ഷെബേ? അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കടപ്പ് വശം, ഇരിപ്പ് വശം, എല്ലാ വശം. നമ്മളെ റൂമിൽ നിന്ന് നല്ലൊരു വ്യൂ ആണ് പുറത്തുള്ളത്. ഇത് എന്താ പറയാന്ന് അറിയില്ല. ഇനി കോടൊക്കെ ഉണ്ടാകുന്ന രാവിലെ. വി ആർ റിട്ടേണിങ് ടു ഹോം അല്ലേ ഷെബേ? ഓക്കെ. അങ്ങനെ കാക്കൂറ്റ് ഫ്രണ്ടിൽ വന്നിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ ബാക്കിൽ വന്നപ്പോൾ ഉണ്ട് ഇവിടെ സൈഡിൽ പൂൾ ഐസ്ക്രീം വാങ്ങാൻ ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ കയറിയിട്ട് ഐസ്ക്രീം കഴിച്ചു. ബ്ലാക്ക് കറൻറ്റ്, മാംഗോ, ജാക്ക് ഫ്രൂട്ട് കുറേ ഉണ്ടായിരുന്നു. ഞാൻ ബ്ലാക്ക് കറൻറ്റാണ് ഓർഡർ ചെയ്തത്. ഒരു ബ്ലൂബെറിൻ്റെ ടച്ച് ചെയ്യുന്നു. അങ്ങനെ നമ്മളതൊക്കെ വാങ്ങി. അങ്ങനെ ഞാൻ വണ്ടിയിൽ നിന്നിട്ട് കഴിക്കുന്നത്. കാരണം ഓൾറെഡി മഴയാണ്, നമുക്ക് കുറേ നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അതും കഴിക്കുന്നു. വണ്ടി അതിനിടയ്ക്ക് ഇളകുന്നു. റോഡൊക്കെ നല്ല റോഡായതുകൊണ്ട് നല്ല ഇളക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് പപ്പൻ്റെ കഴിച്ച് കഴിഞ്ഞു. പപ്പ വേണമെന്ന് പോലും ചോദിച്ചില്ല. സാരല്ല, എൻ്റെ അടുത്ത് വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓല് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ പോകുന്നു, ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ്. മമ്മിക്ക് എന്താ ഫുഡാണ് മമ്മി? മീറ്റ്സ്. യു ആർ ദ ഫാൻ ഓഫ് മീറ്റ്സ്. നമ്മൾ ഫുഡ് പത്ത് മീൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പായസം കൊണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പൊതിച്ചോറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫുഡ് കഴിക്കുന്നത് തുടങ്ങി. ഓരോ കഴിക്കലോടത്ത് പായസം കിട്ടി. ചോറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇനി ഇതെന്താക്കാം. ഇതാണ് നമ്മളെ പൊതിച്ചോറ്. അച്ചാറുണ്ട്, ഒരു മുട്ടത്തോരനുണ്ട്, ഇതിൽ മീനുണ്ട്, അതെനിക്കിഷ്ടമായില്ല. പിന്നെ ഇത് നമ്മൾ മമ്മി കൊടുക്കും. അയിലും മത്തിയൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഉപ്പേരി, ചമ്മന്തി. വന്നു അപ്പം ഇന്നത് പിന്നെ പായസം. നമുക്ക്
വിഭവസമൃദ്ധം ഇങ്ങനെ വിഭവസമൃദ്ധമായ കറികളാണ് അങ്ങനെ പിന്നെ നമുക്ക് മീൽസുക്കും പൊതിച്ചോറുക്കൊക്കെയുള്ള കൂന്തൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി, അച്ചാർ. ഷെബി പിന്നെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത്. കുറച്ച് എനിക്ക് ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ ഞാൻ ബിരിയാണി വെച്ചു, പൊതിച്ചോറ് വെച്ചു. അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ ഹോട്ടലിൽ. അങ്ങനെ പപ്പയുടെ എന്തൊരു ബ്ലാക്ക് കളറിലും മോട്ടർ എന്തൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി പരീക്ഷണം നോക്കിയിരുന്നു എന്താണ് സംഭവം എന്ന്. അങ്ങനെ അതൊക്കെ നോക്കി നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് വയറ് നിറച്ചിട്ടാണ് പോരുന്നത്. നടക്കാൻ കൂടി വയ്യ. പക്ഷെ ഞാൻ എന്നാലും വീഡിയോ എടുക്കാൻ ഞാൻ മറന്നില്ല ഗായ്സ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച്, ഫുഡ് അടിപൊളിയൊന്നും നമ്മളെ യൂണിയൻ ഹോട്ടലുണ്ടല്ലോ നിലമ്പൂർ, അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഇനി നമുക്കൊരു ഡെസ്റ്റിനേഷൻ കൂടി ഉണ്ട്. അങ്ങനെ യെസ് ഗായ്സ്, അപ്പം നമ്മൾ ചേച്ചീൻ്റെ അവിടെ എത്തിക്കാണ്. നമ്മളെ വ്ലോഗ് കാണുന്നവർക്കറിയാം, ചേച്ചീൻ്റെ അവിടെ നമ്മൾ ഇടയ്ക്കിട്ട് പോയി കഴിക്കാറുണ്ട്. എന്നെ ഇക്കയും നമ്മൾ ചേച്ചീൻ്റെ അവിടെ എത്തിക്കാണ്. ഗായ്സ്, അപ്പം നമ്മളെ ചേച്ചീൻ്റെ അവിടെ നിന്ന് കുറച്ച് അച്ചാർ സംഭവമൊക്കെ വാങ്ങിയിട്ടുണ്ട്. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ ഫ്രഷായി. പിന്നെ ഇനി ഫുഡ് കഴിക്കലില്ല. ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് നല്ലൊരു നിദ്ര വേണം. നിദ്ര ഈസ് മസ്റ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി എന്താണ് കിടക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ സ്റ്റേക്കേഷൻ. ബൈ.